ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 30ന്റെ റിവ്യൂ ആണ്. ഇന്നത്തെ ലൈവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കണ്ട് നിങ്ങളുമായി പങ്കുവച്ചതുകൊണ്ട് അധികം പുതിയ കാര്യങ്ങളൊന്നും റിവ്യൂവിൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങടേക്ക് തിരിച്ചു വരുന്ന വഴിയാണ് ഇതിൻ്റെ വൈകിട്ടത്തെ ലൈവ് നോമിനേഷൻസ് കേൾക്കുന്നത്. നല്ല രസം, അത് കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസം. എന്ത് രസമുള്ള ഒരു നോമിനേഷനായിരുന്നു. ഈ സീസണിൽ ഏറ്റവും ഭംഗിയായിട്ട് നോമിനേഷൻസ് കൈകാര്യം ചെയ്തത് ഇന്നാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര റിപ്പീറ്റേഷൻസ്, ഭയങ്കര കോപ്പി ഗെയിം, അതേപോലെ തന്നെ ഭയങ്കര ലാഗ്, പോയിന്റുകളിൽ ക്ലാരിറ്റി ഇല്ല. ഇന്നത്തെ നോമിനേഷൻസ് അടിപൊളിയായിരുന്നു. ഈ വൈൽഡ് കാർഡുകളായിട്ട് വന്ന ആൾക്കാർ ഭൂരിപക്ഷവും നൈസാണ്. പിന്നെ ഒരു ബാച്ച് ഏത് സാധനം വാങ്ങിച്ചാലും നമുക്ക് 1-2 എണ്ണം നോക്കണ്ട. അതുകൂട്ട് 2 ഉണ്ട്. അതിൽ ഒന്നിൻ്റെ കാര്യത്തിൽ എനിക്ക് ഹോപ്പുണ്ട്, ഒന്നിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഹോപ്പൊന്നുമില്ല. അവനെന്തോ സ്കൂളിൽ പോണ വഴിക്ക് വീട്ടിൽ പറയാതെ കണ്ട് വന്നാന്ന് തോന്നുന്നു. മറ്റേ എന്താ അഭിഷേക് ശ്രീകുമാർ, മറ്റേ ഷമ്മി തിലകൻ ജ്യോതിക്ക് അത് പറയുന്ന പോലെ ഇതുപോലൊരു വെണ്ണൻ ചെക്കൻ. മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ ഈ ചെങ്ങായി? അവൻ പറയുന്നു ബാക്കിയുള്ള ആൾക്കാർ എന്തോ ഏലിയൻ ഭാഷയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അണ്ണൻ ഏതോ അന്യഗ്രഹത്തിൽ നിന്നാണ് വന്നത്. ഇവിടെയുള്ള ആളുകളുമായിട്ട് സംവദിക്കാൻ പറ്റുന്നില്ല. ഇൻസ്റ്റഗ്രാം ലോകത്തിൽ എങ്ങാണ്ട് അധിവസിച്ചുകൊണ്ടിരുന്ന ഒരുത്തനാണ്. അപ്പോൾ അവിടുന്ന് പുറത്താക്കിയതിൻ്റെ ദേഷ്യത്തിലാണ് വീട്ടിൽ വഴക്കുണ്ടാക്കി ബിഗ് ബോസിലേക്കാണ് വന്നത്. വരുന്നതിന് മുൻപ് തന്നെ അവനെക്കുറിച്ചിട്ടൊരു ഏകദേശ ആമുഖം ഇവിടെ പങ്കുവച്ചിരുന്നു. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, വന്ന് കുറച്ച് മനുഷ്യന്മാരും ഒക്കെ ആയിട്ട് ഇടപെടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരട്ടെ എന്നുള്ളത്. എങ്ങനെയാണ് ഇവനൊരു സമൂഹത്തിൽ ജീവിക്കണത്? ഞാൻ പറഞ്ഞു 99% ആളുകൾക്കും ഈ ഒരു ജീവിതശൈലി, ഇവനൊക്കെ പിന്തുടരുന്ന ആ ഒരു ജീവിതശൈലി പറ്റില്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റില്ല. എന്തോ ആണ്, എനിക്കറിയില്ല. സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുന്ന ആൾക്കാരാണ് LGBTQ കമ്മ്യൂണിറ്റി എന്നൊക്കെ. സ്ത്രീകളെയും കുട്ടികളെയും ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ആളുകളുടെ ജെൻഡർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഞാനും ആ വിണ്ണ ചെറുക്കനുമൊക്കെ ഉള്ള ആ ഒരു കമ്മ്യൂണിറ്റിയാണ്. എന്ന് വെച്ചിട്ട് വഴിക്കടെ പോകുന്ന എല്ലാ ആണുങ്ങളെയും ആളുകൾ സ്ത്രീകളെ ആക്രമിക്കുന്നവൻ പോകുന്നേ, കുട്ടികളെ ആക്രമിക്കുന്നവൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് വല്ലതും പറയാറുണ്ടോ? ഞാൻ ഇങ്ങനെ ഒരു സാധനത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ട്രോളിലും മീമിലും ഒക്കെ മറ്റേ ആൽഫ മുയലുകളെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ജീവനോടെ ഒരെണ്ണത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്ര ഉള്ളല്ലേ ഇത്? അവസാനം അൽഫ മുയലിൻ്റെ മുഖത്തെല്ലാം കരി പോരണ്ടു. അവൻ്റെ ഫേസും ആ ഒരു ലുക്കും കാര്യങ്ങളും എന്തൊരു നെഗറ്റിവിറ്റിയാണ് പുള്ളി സ്പ്രെഡ് ചെയ്യുന്നത്. ആരെയും പുള്ളിക്ക് പറ്റണില്ല. എല്ലാത്തിനകത്തും പുള്ളിക്ക് മനുഷ്യവിരുദ്ധമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ജാസ്മിനെ ഇഷ്ടമില്ല. വരുന്ന സമയത്ത് തന്നെ ഋഷിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഋഷിയെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഋഷി വിചാരിച്ച് പുറത്ത് എന്തോ ഹിൻഡ് കിട്ടാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ചേർന്ന് നിന്നേക്കാന്നുള്ളത്. നിർത്താതെ താങ്ങായിരുന്നു ഋഷിക്കിട്ട്. ഈ കൂടെ വന്നതാണ് അഭിഷേക് ജയദേവ് അല്ലേ? അഭിഷേക് ജയദേവ്. അദ്ദേഹം മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റൊക്കെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ആ ഒരു കമൻറ്റൊക്കെ മറ്റേ അഭിഷേക് ജയദേവ് എന്ന് പറയുന്ന അവൻ എഴുതിയതാണോ, അതിനിപ്പോൾ ഇവന്മാർ വല്ല ഉണ്ടാക്കി ഷെയർ ചെയ്യുന്നതാണോ എന്നൊക്കെ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അയ്യോ, ഇത് കൂടെ ഒരു സാധനത്തിന് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല കേട്ടോ. കട്ട നെഗറ്റീവ് അടിച്ച് എപ്പിസോഡ് കണ്ട സമയത്ത് വന്ന അന്ന് തന്നെ എന്തൊക്കെയാണ് പറയണത്. ഒരു വകതിരും ഇല്ലാത്തൊരു ചെറുക്കൻ. ബാക്കിയുള്ള വൈൽഡ് കാർഡുകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല മനുഷ്യന്മാരാണ്. അവർ നല്ല രീതിയിൽ ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരു കാര്യവും ആർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു മടിയില്ല. ആരോടും മുഖത്ത് നോക്കി പറയാനായിട്ട് ഒരു മടിയില്ല. ഭയങ്കര പ്രിപ്പയർഡാണ് എല്ലാ ആൾക്കാരും. അപ്പോൾ അതിനകത്ത് സിബിനൊക്കെ എന്ത് നൈസ് മച്ചാനാണ്, അയാൾ എന്ത് പോസിറ്റിവിറ്റിയാണ് വാരി വിതറുന്നത്, എന്ത് നൈസ് അപ്രോച്ചാണ് ആളുകളുടെ അടുത്ത് സംസാരിക്കുന്നതും. അത് കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ തോന്നും. അപ്പോൾ സിബിൻ അടിപൊളിയാണ്. പൂജ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിയിൽ പൂജ ഹൗസിൽ ബിഹേവ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ അവിടെ ഉള്ള ആളുകൾക്കില്ലാത്ത ചില കഴിവുകളുണ്ട്. നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവർ അടിപൊളിയാണ്. പിന്നെ സായി അടിപൊളിയാണ്. സായിക്ക് കിട്ടിയൊരു പണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സായി ജാസ്മിനെ സഹായിക്കാൻ പോയി. അത് സായിക്ക് വിനയായിട്ട് വന്നു. ഇപ്പം സായി എന്തോ ജാസ്മിനെ തളർത്താൻ വേണ്ടി പറഞ്ഞു എന്നുള്ള ഒരു ടോണിലാണ് ഞാൻ ലൈവിൽ ഒരു ഭാഗത്ത് കേട്ടത്. ജാസ്മിൻ അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ മിസ്സായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്താണെങ്കിലും അത് സായിക്ക് പണിയായി. നോമിനേഷനിലേക്കൊക്കെ സായി വരികയും ചെയ്തു. പിന്നെയുള്ള നന്ദന ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇത്തിരി തൃശ്ശൂർ ഭാഷ നമ്മുടെ രതീഷിൻ്റെ കയ്യിൽ നിന്നിട്ട് അങ്ങോട്ട് വാങ്ങി ഇത്തിരി അങ്ങോട്ടിട്ട് എക്സാഗ്രേറ്റ് ചെയ്തു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും മറ്റേ ഹൈജീൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുള്ള ചില കളികളൊക്കെ നമ്മൾ കിച്ചണിൽ കണ്ടതാണ്. പൂജയൊക്കെ അവിടെ അതിനോട് തിരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കിച്ചണിൽ ഉപയോഗിക്കേണ്ട ക്യാപ്പ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. കാരണം ഇതിപ്പോൾ ലക്ഷറി ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന സാധനമൊന്നുമല്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് കയറണം, അല്ലെങ്കിൽ മുടി കെട്ടിയിട്ട് കയറണം എന്നൊക്കെ പറയുന്നത് ഓക്കെയാണ്. പിന്നെ എല്ലാ ആൾക്കാരുടെയും അങ്ങനെ കെട്ടിവെക്കാൻ പറ്റുന്ന മുടി സ്റ്റൈലാണോ? അല്ല, എല്ലാവരുടെയും കെട്ടല്ലേ. അപ്പോൾ അതല്ല, അപ്പോൾ കെട്ടിവെച്ചിട്ട് കയറുന്നതൊക്കെ ആയിരിക്കും നല്ലത്. അതിനൊരു ക്യാപ്റ്റനുണ്ട്. ആ ഒരു ക്യാപ്റ്റനോട് പറഞ്ഞ് ക്യാപ്റ്റനാണ് ഏറ്റവും വൃത്തിയില്ലാത്തതെന്നാണ് ആ കുട്ടി പറയണത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അങ്ങനെയുള്ള ഒരു മീറ്റിങ്ങിൽ അത് ശക്തമായിട്ട് സംസാരിച്ചിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കിയത് അത്ര നൈസായിട്ട് തോന്നിയില്ല.
അപ്പോൾ ഈ കൂട്ടത്തിൽ നന്ദന മാത്രമാണ് പുറത്തെ കാര്യങ്ങൾ അധികം അകത്തേക്ക് പറയാൻ ശ്രമിക്കാതിരുന്നത്. കാരണം നന്ദനയ്ക്ക് കുറച്ച് സ്പേസൊക്കെ വേണം. നമ്മുടെ കുറച്ച് ഗോപികയും കുറച്ച് രതീഷൊക്കെയാണ് നന്ദന. അപ്പോൾ ആ ഒരു സ്പേസിനിടയിൽ പുള്ളിക്കാരി കണ്ടാൽ ഭയങ്കരയാണ് എന്നൊക്കെയുള്ള പാട്ടിട്ട് വന്നതുകൊണ്ട് ആ ഒരു ഭയങ്കരത്വം കാണിക്കാൻ വേണ്ടി ഓടി നടക്കുകയായിരുന്നു. എന്താണെങ്കിലും മൊത്തം മാറി കേട്ടോ. ഒരു പുതിയ സീസൺ പോലെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവരും മാറി. ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് പ്രോപ്പറായി വന്നു കഴിഞ്ഞാൽ റസ്മിൻ്റെ ക്രഷായിരുന്നു ഇന്നലത്തെ സംസാര വിഷയം. കമൻറ്റ് ബോക്സിൽ മുഴുവൻ ചേട്ടാ റസ്മിൻ ശ്രീധുവിനോട് ക്രഷ് പറഞ്ഞ ചേട്ടാ എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്ത സമയത്ത് ഈശ്വര അത് ഞാൻ മിസ്സായിരുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചു. ഞാൻ ഇന്നലെ മറ്റേ റെക്കോർഡിങ് പരിപാടികളിലായിരുന്നല്ലോ. അപ്പം ഈ റസ്മിൻ്റെ ക്രഷും അതിൻ്റെ അവതരണം ഭയങ്കര രസമായിരുന്നു. ശ്രീധുവിൻ്റെ ഫേസിലുള്ള എക്സ്പ്രഷനൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇപ്പം പ്രണയം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ക്രിഞ്ച് ആവുമല്ലോ, റസ്മിനും ക്രിഞ്ച് ചെയ്യായിരുന്നു. ഇപ്പം ശ്രീധുവിൻ്റെ മുഖത്തൊന്നും നോക്കി പറയാനായിട്ടുള്ള ധൈര്യമൊന്നുമില്ല. എന്നാലും ഉള്ളിലുള്ള പ്രണയം തുറന്നു പറയുന്നതിൽ ധൈര്യം കാട്ടിയിട്ടുണ്ട്. ഗബ്രി അങ്ങനെ കാട്ടുന്നില്ല എന്നുള്ളതാണ് സിബിൻ്റെയൊക്കെ ഒരു ആരോപണം. അപ്പോൾ റസ്മിൻ അത് പറഞ്ഞു, ശ്രീധു അത് ചിരിച്ചുകൊണ്ട് കേട്ടു. പ്രണയം എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ, പ്രണയത്തിൻ്റെ ആരംഭഘട്ടമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ശല്യവും വരുത്താതെ, ശ്രീധുവിന് ഒരു ശല്യവും വരുത്താതെ ആ ഒരു ഫീലിങ്ങുമായിട്ട് റസ്മിന് നടന്നോളാം എന്നുള്ളതാണ് റസ്മിൻ പറയുന്നത്. പുറത്തെ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ഒരു ആകുലതയുണ്ട്. കഴിഞ്ഞ സീസണിൽ അഞ്ജു റോഷ് ഒരു ക്രഷ് പറഞ്ഞിട്ട് അതൊരു വലിയ ട്രോമയായിപ്പോയി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ട്രോമയായിട്ടാണ് അദ്ദേഹം ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പിന്നീട് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞങ്ങനെ ചില ആളുകളൊക്കെ ഇങ്ങനെ പരാതി പറയുന്നുണ്ട്, റസ്മിൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്തുകൊണ്ട് പറഞ്ഞില്ല. എന്തിനു പറയണം? ഇപ്പം ഇവിടെ പോകുന്ന എല്ലാ ആൾക്കാരുടെയും, എൻ്റെയോ അല്ലെങ്കിൽ ഈ വീഡിയോസ് കാണുന്ന എല്ലാ ആൾക്കാരുടെയോ സെക്ഷൽ ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് അറിയേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇല്ല, അത് നമ്മളുടെ പാർട്ട്ണറാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് പ്രണയം തോന്നുന്ന സമയത്ത് അവരോടാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ ഈ നാട്ടുകാരെ ബോധിപ്പിക്കണമെന്നുള്ള ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ നാട്ടിലും പല ആൾക്കാർക്കും ഇപ്പോൾ അഭിഷേക് ജയദേവ് പറയുന്നത് പോലെ ഈ ഓറിയൻറ്റേഷൻ അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. അപ്പോൾ അവർ ഇതുപോലുള്ള വേദികൾ തിരഞ്ഞെടുക്കാറുണ്ട് അതിൻ്റെ ആവശ്യം വരുന്ന സമയത്ത്. റസ്മിന് ആ ഒരു ആവശ്യം ഉണ്ടായിരിക്കില്ല, അഭിഷേകിന് ആ ഒരു ആവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അവരുടെ ചോയ്സാണ്. അതേപോലെ മോർണിംഗിൽ നമ്മൾ കണ്ടത് നോറയുടെ ഗെയിമാണ്. നോറ ഇന്നലെ യുറേക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിയായിരുന്നല്ലോ. ജാൻമണി കേസ് ചെയ്ത് തൊണ്ട പൊട്ടിപ്പോകണമെന്നൊക്കെ പറഞ്ഞത് തനിക്കെതിരെയാണെന്ന് അറിഞ്ഞ സമയത്ത്. അപ്പോൾ അത് വെച്ചിട്ടൊരു കളി കളിക്കാനാണ് നോറ രാവിലെ തൊട്ട് ശ്രമിക്കുന്നത്. ശ്രീരേഖയാണ് ജാൻമണിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചത്. അപ്പോൾ ശ്രീരേഖയെ കൂട്ടുപിടിച്ചിട്ടുള്ളൊരു കളിയാണ് നോറ രാവിലെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചെവിട് പൊട്ടിപ്പോണ തരത്തിലേക്ക് ഇങ്ങനെ ഒരുമാതിരി പക്കി ചിലയ്ക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഈ സ്റ്റോപ്പ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ടുള്ള സൗണ്ടാണ്, പക്ഷെ ഇതിങ്ങനെ പരാതി പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നോറയുടെ ഒരു ഇഷ്യൂ. അപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട്, വൈൽഡ് കാർഡുകൾ വന്നു കഴിഞ്ഞാൽ മൊത്തം കളി മാറും. നോറ ഇപ്പോൾ പറയുന്ന കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ശ്രീരേഖയ്ക്ക് വൈൽഡ് കാർഡുകൾ എന്തിനാണ് വരുന്നത്, എങ്ങനെ കളി മാറും എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ട് നല്ല ഒരു മുൻധാരണയുണ്ട്. മികച്ച ഒരു ഗെയിമറുടെ ലക്ഷണമാണ്. അതിനുശേഷമാണ് ഗോദയിലെ പാട്ടിട്ടിട്ട് നന്ദന അകത്തേക്ക് വരുന്നത്. അപ്പോൾ നന്ദനയെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. നന്ദന ഇത്തിരി ഓവറാണ്, ഇത്തിരി ഓവറായാലേ ആൾക്കാർ ശ്രദ്ധിക്കൂ എന്നുള്ളത് നന്ദനയ്ക്കറിയാം. റീൽസും ടിക്ടോക്കും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നന്ദന കുഴപ്പമില്ല, അങ്ങനെയുള്ളൊരു ക്യാരക്ടർ വേണം. ഈ ഒരു സീസണിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറിനെ ചില സമയത്ത് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഓവർ ആവാതിരുന്നാൽ മതി. അവരെ ഡീൽ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ സേഫാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സീരിയസ് ആയിപ്പോയി. ജാസ്മിനൊക്കെ ഭയങ്കര സീരിയസ് ആയിപ്പോയി. അത് അമ്മാതിരി സാധനമല്ലേ സീക്രട്ട് അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്തത്. സീക്രട്ടായിട്ട് വല്ലതും ആണോ, നാട്ടുകാർ മൊത്തം കേൾക്കാനാണ് പറഞ്ഞു കൊടുത്തത്. എല്ലാ ആൾക്കാരും വരുമ്പോൾ ജാൻമണി വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിക്കുന്നുണ്ട്. വെൽക്കം ടു ദ മോസ്റ്റ് പോയിസണസ് ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പലപ്പോഴും ഏറ്റവും കൂടുതൽ പോയിസൺ ആയിട്ടുള്ള സാധനം പുറത്തേക്ക് വിടുന്നത് ജാൻമണിയാണ്. എന്നിട്ടാണ് ജാൻമണി ബാക്കിയുള്ള ആൾക്കാരെ കുറ്റം പറയുന്നത്. കുറ്റം പറയുന്നതിൽ മുൻപന്തിയിലാണ് എന്നുണ്ടെങ്കിലും ഒരു കുറ്റമേൽക്കാനായിട്ട് ജാൻമണിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നോമിനേഷനിലെ ഹീറോയാണ് ജാൻമണി. അതിനുശേഷം വന്നതാണ് അഭിഷേക്. അപ്പോൾ അതിൽ മറ്റേ അൽഫാമുയലല്ലാത്ത അഭിഷേകിനെ അഭിഷേക് എന്നും മറ്റേ അഭിഷേകിനെ അബി എന്നും സ്നേഹത്തിൽ വിളിക്കാമെന്നുള്ളതാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അബി വന്നിരിക്കുകയാണ്. അബി ആ ഒരു സമയത്താണ് റിയലൈസ് ചെയ്യുന്നത് തൻ്റെ കൂടെ വന്നിരിക്കുന്നവൻ അൽഫാം മുയലാണ്, ആൻറ്റി LGBTQ ആണ്, വേറെ എന്തൊക്കെയോ സാധനങ്ങളാണ് എന്നുള്ളത്. നേരത്തെ തന്നെ ഇയാളെ പല ആളുകൾക്കും അറിയാം, അർജുനൊക്കെ അറിയാം. അപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ വെറുപ്പ് ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ മനസ്സിലാക്കിയതായിരിക്കാം. അപ്പം നമ്മുടെ അഭിഷേക് വരുന്ന സമയത്ത് തന്നെ ഋഷിയോടും അതേപോലെ തന്നെ ജാൻമണിയോടും അർജുനോടും ഒക്കെ ഇയാളുടെ സ്വഭാവത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അബി പറയുന്ന ഒരു കാര്യമുണ്ട്, അബിക്കൊരു പ്രൊഫൈലുണ്ട്, അയാൾ എന്തൊക്കെയോ അച്ചീവ്മെൻറ്റുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ നമ്മൾ കണ്ടതാണ്. അപ്പം മറ്റവന് വേറെ അച്ചീവ്മെൻറ്റുകളൊന്നുമില്ല. അതെന്തൊരു വർത്താനമാണ്. അവന് ഡാഡി ഗരാഷ് പണിത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് കേട്ടില്ലേ. അവൻ്റെ ഡാഡി അവൻ്റെ വലിയൊരു അച്ചീവ്മെൻ്റാണ്, വേറെ എന്ത് വേണം. അപ്പം അവന് വേറെ കണ്ടൻ്റ് ഒന്നുമില്ല. അവൻ്റെ ഐഡിയ ഇതാണ്, അവൻ എനിക്കെതിരെ കളിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഈ തവണത്തെ സീസണിലെ ഒരു പ്രത്യേകത അങ്ങനെയാണ്.
ടോക്സിക് ആയിട്ട് പോകാൻ സാധ്യതയുള്ളൊരു സീസൺ ആയതുകൊണ്ട് എല്ലാ ചേരുവകളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാറ്റിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഗതിയാണ്. അവർക്കൊരു അവസരം കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് മനുഷ്യന്മാരെയൊക്കെ കാണുമ്പോഴത്തേന് ഒരു മാറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള മറ്റേ അൽഫാ മുയിലെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു മാതൃകയാവുമല്ലോ. അതിനുശേഷം നല്ലൊരു പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ, അതേപോലെ തന്നെ പൂജ ആൻഡ് സിബിൻ വരികയാണ്. അത് നൈസാണ്. 3 ആൾക്കാരും അവർ നല്ല പോസിറ്റീവായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. വേറെ വലിയ കലാപമൊന്നും ഇല്ലാത്ത ടീമുകളാണ്. അപ്പോൾ അവർ വരുന്ന സമയത്ത് തന്നെ സീക്രട്ട് ഏജൻറ്റ് അദ്ദേഹത്തിൻ്റെ ആദ്യ സാധനങ്ങൾ ഇറക്കുകയാണ്. ഞാൻ എക്കണോമിക് ക്ലാസ്സിലാണ് വന്നിരിക്കുന്നത്. അത് പിന്നീടും പുള്ളി ഇറക്കുകയുണ്ടായി. അതേപോലെ ജിൻഡോനെ മാമ എന്ന് വിളിച്ചത് എപ്പിസോഡിലില്ല, ലൈവിലുണ്ടായിരുന്നു. അപ്പോൾ ആ മാമയ്ക്ക് പിറകിലുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ജിൻഡോ ശരിക്കും സീക്രട്ടിനെ മുന്നേ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് ഈ ഗെയിമേഴ്സിനെ കുറിച്ചിട്ട്, നിലവിലുള്ള ഗെയിമേഴ്സിനെ കുറിച്ചിട്ട് ഈ വന്ന ആൾക്കാർ പറയുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. നല്ലൊരു സെഷനായിരുന്നു, അടിപൊളി ഒരു സെഷനായിരുന്നു. അത് കേട്ടിട്ടില്ലാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ BB+ൽ മിക്കവാറും കാണാൻ സാധ്യതയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഞ്ഞൊരു വേർഷൻ ഞാൻ ഓൾറെഡി ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പുതിയ ക്യാപ്റ്റൻ, പവർഫുൾ ക്യാപ്റ്റൻ ജാസ്മിൻ ജാഫർ. ജാസ്മിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇവിടെ പറയാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി പറയാം. തന്തപ്പടി പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് പറഞ്ഞതുപോലെ സായി പറഞ്ഞിട്ടും കേൾക്കാനായിട്ട് ജാസ്മിന് വലിയ ഉദ്ദേശമൊന്നുമില്ല. എന്നാലും ചെറിയൊരു മാറ്റിപ്പിടിക്കൽ ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഈ വിമർശനങ്ങളെ ഒരു പവറായിട്ട് എടുക്കുന്ന ഒരു മികച്ച ഗെയിമറാണ് ജാസ്മിൻ്റെ കളികൾ ഇനിയിപ്പോൾ ബിഗ് ബോസ് ഹൗസ് കാണാനിരിക്കുന്നുള്ളൂ. എനിക്ക് ജാസ്മിനെ കണ്ട സമയത്ത് കൈയടിക്കാൻ തോന്നി കേട്ടോ. കാരണം സായിക്കെതിരെ ഒരു ചെറിയ സാധനം ഇട്ട് കൊടുക്കുന്നു, വരുന്ന ബാക്കി ആൾക്കാർക്കെതിരെ ഒരു സാധനം ഇട്ട് കൊടുക്കുന്നു. ഇന്ന് വൈകിട്ട് അഭിഷേകിൻ്റെയൊക്കെ കേസ് ഡീൽ ചെയ്യുന്ന സമയത്ത് പണ്ടത്തെ മറ്റേ ഇങ്ങനെ ഓടിച്ചാടി അതിലെ നടക്കുന്ന ജാസ്മിൻ ജാഫർ അല്ല, വേറെ റേഞ്ച് ജാസ്മിൻ ജാഫറായിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും ജാസ്മിൻ ജാഫറിനെ പൂട്ടാൻ പോയ ആൾക്കാരെല്ലാം കൂടെ ജാസ്മിനെ എവിടെയൊക്കെ കയറ്റി വെക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിൽ ശരിക്കും സീക്രട്ട് ഏജൻറ്റ് കളിച്ച കളി എല്ലാം ഒന്നും പാളിയിട്ടൊന്നുമില്ല. അയാളൊരു മൈൻഡ് ഗെയിം കളിച്ചിട്ടുണ്ട്. ആ ഒരു മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞ എന്താണ്, എനിക്ക് ജബ്രി ജാസ്മിൻ ആ ഒരു കോംബോ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ നല്ല സൂപ്പർ പവർഫുൾ ഗെയിമേഴ്സാണ്, ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ ഭയങ്കര പവറാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് രണ്ടാളുകളും ചിലപ്പോൾ വിചാരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിചാരിക്കണം, നല്ല ഗെയിമേഴ്സ് ആണെങ്കിൽ അങ്ങനെ വിചാരിക്കണം. അപ്പോൾ ഇവൻ പറയുന്നതിനകത്ത് ഒരു പ്രശ്നമുണ്ടല്ലോ. ബാക്കി ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോഴത്തേനും ഇവർക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇവൻ പറയുന്നതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ, ഞങ്ങളിങ്ങനെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് പണിയാവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ചില കളികൾ സൈഡ് ഭാഗത്ത് നിന്ന് ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ ചില സാധനം, ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് ചെറിയൊരു സാധനം കിട്ടിയാൽ മതി, പുള്ളി അതിലങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കയറും. ഇപ്പോൾ ജാൻമണിക്കെതിരെ അടിച്ചൊരു അടി കണ്ടില്ലേ? ജാൻമണി ഇൻഡസ്ട്രിയിൽ നിന്ന് ആൾക്കാരെ പുറത്താക്കുമെന്നുള്ള പേടി കൊണ്ടാണ് ജാൻമണി എല്ലാവരും പേടിക്കുന്നത്. പുള്ളി അങ്ങനെ ഒരു വെറൈറ്റി പോയിന്റുമായിട്ട് വന്നു. അപ്പം എല്ലാവർക്കും പേടിയുള്ള ജാൻമണിയെ നോമിനേറ്റ് ചെയ്യുന്നു. പക്ഷേ ജാസ്മിൻ അതിനെ വെട്ടിക്കളഞ്ഞു. അവിടെയാണ് ജാസ്മിൻ്റെ ഉള്ളിലെ ആ ഒരു ഗെയിമറെ വീണ്ടും ഞാൻ കണ്ടത്. ഇനി പുതിയ ക്യാപ്റ്റൻ്റെ പരിഷ്കാരങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പവർ ടീമിനെ തിരഞ്ഞെടുക്കുകയാണ്. അത് വല്ലാത്ത കോമഡിയാണ് കേട്ടോ. ഗബ്രി ഇങ്ങ് വാ, അർജുൻ, റസ്മിൻ, അപ്സര, വേറെ ഒരു കാര്യത്തിലും ഒരു ഡൗട്ടും ഇല്ല, നേരെ അവരെ ടീം വിളിച്ചു. അങ്ങനെ പവർ ടീമായിട്ട് വിലസാമെന്ന് വിചാരിച്ച സമയത്താണ് ബിഗ് ബോസ് മറ്റൊരു അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. പവർ ടീമിന് മാത്രമാണ് പവർ റൂം, അവിടെ ക്യാപ്റ്റന് കട്ടിലില്ല. ഇപ്പോൾ ജാസ്മിൻ സ്പോണ്ടേനിയസ് ആയിട്ട് അടിച്ചൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ തൂക്കിയിടാനാണോ തോക്ക് സാറേ എന്ന് പറയുന്ന ആ ഒരു സാധനം, അതൊക്കെ നൈസാണ്, അതൊക്കെ ജാസ്മിൻ്റെ പോസിറ്റീവാണ്. ഇപ്പോൾ ജാസ്മിൻ്റെ PR ആണെന്നൊന്നും പറയലടി, കുറേയധികം ആൾക്കാരുടെ ആരോപണം ഓൾറെഡി ഉണ്ട്. പിന്നെ ഫുഡിൻ്റെ ടീം ഋഷിയുടെ ടീമാണ്, ടണൽ ടീം. ഋഷി, ശരണ്യ, പൂജ, അഭിഷേക്, നല്ല ടീം. ഫ്ലോർ ഡെന്നാണ്. ജിൻഡോ, സായി, നോറ, നന്ദന, അതേപോലെ തന്നെ അബി. പിന്നെ ബാത്റൂമിൻ്റെ ടീം ശ്രീരേഖയുടെ നെക്സ്റ്റ് ടീമാണ്. സിബിൻ, ശ്രീതു, അൻസിബ. സിബിൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല നല്ല പോയിന്റുകളും പറയുന്നുണ്ട്, ഫൺ എലമെൻറ്റുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ജാൻമണി ക്യാപ്റ്റന് ബാഡ്ജ് ഹാൻഡ് ഓവർ ചെയ്തു. അതിനുശേഷം ക്യാപ്റ്റൻ പവർ ടീമിൻ്റെ ബാഡ്ജ് പവർ ടീമിലുള്ള ആൾക്കാരെ ധരിപ്പിച്ചു. അതിനുശേഷം മറ്റേ സീൻ കാണിച്ചു. അൽഫാ മുയൽ അഭിഷേക് ഒരു മാസങ്ങളിടാമെന്ന് വിചാരിച്ചായിരുന്നു. പിള്ളേർ കാത്തിരിക്കുകയാണേ, മുയൽ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കണം. അപ്പം പുള്ളിക്കാരൻ നമ്മുടെ അഭിഷേക് കെ എന്ന് പറയുന്ന ആ ഒരു ഗേ എന്നുള്ള രീതിയിൽ ഒന്നൊരു കോമഡി അടിക്കാൻ നോക്കി. അത് ഏറ്റില്ല. ബാക്കിയുള്ള ആൾക്കാർ അവനെ പോലെ അല്ലാത്തതുകൊണ്ട് അത് വലിയ സീനായി. അപ്പോൾ അത് അഭിഷേക് എടുത്ത് പറയുകയും ചെയ്തു. അഭിഷേക് ആ ഒരു സിറ്റുവേഷൻ ഡീസൻ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. അവിടെ പൊട്ടിത്തെറിക്കുകയോ അത്രയും ഒഫൻഡഡ് ആവുകയോ ഒന്നും ചെയ്തില്ല. അഭിഷേക് വളരെ ഡീസൻ്റ് ആയിട്ടാണ് അതിനെ ഡീൽ ചെയ്തത്. ജാൻമണിയുടെ അടുത്തും പോയി ചെറിയ രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ജാൻമണി സംസാരിക്കുന്ന അവന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിടെയും തേഞ്ഞു, ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് സിബിൻ വന്ന് പറഞ്ഞു. അതങ്ങനെ ഒരു ജന്മം. ഇതിനുശേഷം ജാസ്മിൻ ഈ പയ്യനെ പുറത്തേക്ക് കൊണ്ട് ഉപദേശിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവിടെ ആ ഒരു ജാസ്മിൻ്റെ അപ്രോച്ചൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ജാസ്മിൻ ഇന്ന് കുറേ സാഹചര്യങ്ങളിൽ
നന്മ മരമായി മാറുകയുണ്ടായി. ജാൻമണിയെ ചേർത്ത് നിർത്തുന്നു, അൽഫാം മുയലിനെ ചേർത്ത് നിർത്തുന്നു, ഉപദേശിക്കുന്നു. അങ്ങനെ ഒരു മിടുക്കിയാവാനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കും ഇനി. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഫുൾ സപ്പോർട്ട്. നമുക്ക് പണ്ടും ഗെയിമിൽ യാതൊരുവിധ വിരോധവുമില്ല. ക്രിഞ്ചുകൾ താങ്ങിലിടയും. അതിനുശേഷം നോമിനേഷൻസ് വരികയാണ്. ഗബ്രി നോറയും ജാൻമണിയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. നോറ ഗബ്രിക്കെതിരെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം അമാരെ തിരിച്ചു കൊണ്ടുവരണ്ട എന്ന് നോറ പറഞ്ഞ ആ ഒരു നിമിഷത്തിൽ ഗബ്രിക്ക് ശക്തമായിട്ട് തോന്നി തുടങ്ങി. അതേപോലെ പണ്ട് നടന്ന ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഗബ്രി ഇപ്പോഴും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജാൻമണി, അക്കൗണ്ടബിലിറ്റി. ജാൻമണി തെറ്റ് തിരുത്തുന്നില്ല, തെറ്റ് പറ്റിയത് ഏറ്റെടുക്കുന്നില്ല. ഇപ്പോൾ ജാൻമണി നോ റിഗ്രാറ്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. എന്തൊരു ടീമാണത്. ഞാൻ ലൈവിൽ ഇങ്ങനെ കേട്ടതാണേ. ജാൻമണിയെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു, ജാൻമണിക്ക് വീട്ടിൽ പോകണം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ ജാൻമണി പോകും, എൻ്റെ വീട്ടിൽ സൗകര്യങ്ങളുണ്ട്, ഞാൻ പോകും. എന്നിട്ട് വൈകിട്ട് കിടന്നിട്ട് പൂര കരച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്നാ ഇപ്പോൾ സൗകര്യങ്ങൾ കുറഞ്ഞോ. അമ്മാതിരി ഭയങ്കര കോമഡിയാണ്. നമുക്ക് പുള്ളിക്കാരോട് ദേഷ്യം തോന്നി അറിയാതെ ഒരു ഇഷ്ടവും വരുന്നുണ്ട്. അബി നോമിനേറ്റ് ചെയ്യുന്നത് അൻസിബയാണ്. കാരണം ഈ കട്ടയിലിരുന്നിട്ട് തന്ത്രങ്ങൾ മെനയുന്നതല്ലാതെ പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ പറയുന്നില്ല. അത്രയൊന്നുമില്ല. അൻസിബ പുറത്തേക്ക് വന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ചില ആളുകൾക്കെതിരെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജാൻമണിക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ അങ്ങനെയൊന്നും പറയില്ല. അതേപോലെ തന്നെ അഭിഷേകിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അഭിഷേക് കെ എന്ന് പറയുന്ന ഒരു കാര്യത്തെ നിർവചിച്ചതിനെതിരെ ഒരു നോമിനേഷൻ വരുന്നുണ്ട്. നോറ ആസ് യൂഷ്വൽ പേഴ്സണൽ ഗ്രഡ്സ്. ജാൻമണിയെ നോമിനേറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് വീക്കിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ശരണ്യെ നോമിനേറ്റ് ചെയ്യുന്നു. അത് ഇന്നലത്തെ മറ്റേ ഋഷിയുടെ അടുത്ത് പോയി കുത്തിത്തിരിപ്പുണ്ടാക്കിയത് നോറയാണ് എന്ന് ശരണ്യ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ശരണ്യെ നോമിനേറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നാളെ മാറത്തില്ല, പുതിയ ആൾക്കാർ വരണം. ജിൻഡോ ശരണ്യ ആൻഡ് ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്യുന്നു. ശരണ്യ വർക്കൗട്ട് ചെയ്ത സമയത്ത് ഒരു മോശമായിട്ടുള്ള ഒരു സ്പർശം ഉണ്ടായി എന്നുള്ളത് പറഞ്ഞിരുന്നല്ലോ ജിൻഡോയുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അത് ഞാനല്ല, അത് റോക്കിയാണ് അല്ലെ അങ്ങനെ ധാരോ ആണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ റോക്കിയുടെ പേര് എന്തിനാണ് എടുത്തിട്ടെന്നുള്ളത് എനിക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും അത് എൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്, റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു സംഗതിയാണെന്ന് ജിൻഡോ പറയുന്നു. ശരണ്യ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, വേറെ എന്തൊക്കെയോ പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഗെയിമിലേക്ക് ആക്റ്റീവായിട്ട് ഇറങ്ങിയില്ല എന്നുള്ളതും കണ്ടായിരുന്നു. അപ്സര പറയുന്നത് അൻസിബയും ജാൻമണിയുമാണ്. അപ്സര അൻസിബയെ ടാർഗറ്റ് ചെയ്യേണ്ടതാണ്. കാരണം അൻസിബ അപ്സരയ്ക്കെതിരെ ഇഷ്ടം പോലെ സാധനങ്ങൾ കൊടുത്തു വിടുന്നുണ്ട്. ഇപ്പം അപ്സരയെ ടാർഗറ്റ് ചെയ്യുന്നു. പിന്നെ ജാൻമണിയുടെ മറ്റേ കേസ് വേർഡ്സ് അത് അംഗീകരിക്കാത്ത ഒരു സാഹചര്യം അത് പല ആളുകളും പറയുന്നുണ്ട്. നന്ദന പൂജയും അൻസിബയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പൂജ മുടിയൊക്കെ കെട്ടിവെക്കാതെ കിച്ചണിൽ കയറി എന്നുള്ളതാണ് പ്രശ്നം. അൻസിബ അത്രയധികം ആക്റ്റീവ് അല്ല എന്നുള്ളൊരു കാരണത്തിന് മേലാണ്. പിന്നെ വരുന്നത് ശ്രീരേഖയാണ്. ജാൻമണിയെയും അൻസിബയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജാൻമണിക്ക് കുറ്റബോധം തീരെയില്ല, തെറ്റ് ഏറ്റു പറഞ്ഞിട്ടില്ല, എന്നീ കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴും ജാൻമണി പറയുന്നുണ്ട് എനിക്ക് കുറ്റം ചെയ്തതായിട്ട് തോന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അൻസിബ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരുത്താത്തതിനും പല പ്രശ്നങ്ങളിലും ഇടപെടാത്തതിനുമാണ് ശ്രീരേഖ നോമിനേറ്റ് ചെയ്യുന്നത്. അഭിഷേക് വരികയാണ്, അൽഫാം മുയൽ. അഭിഷേക് വന്നിട്ട് പറയുന്നു സമൂഹത്തിൽ മോശം കാര്യം ചെയ്യുന്ന കുട്ടികളെയും സ്ത്രീകളെയും ടാർഗറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയുടെ ഭാഗമായതുകൊണ്ട് അബിയെ നോമിനേറ്റ് ചെയ്യുന്നു. എന്തൊരു കാരണമടി. അതിനുള്ള മറുപടി ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ജാൻമണിയെ കുറിച്ചിട്ട് അവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ലൈവിൽ നിന്ന് എപ്പിസോഡിലേക്ക് വന്ന സമയത്ത് കട്ടായിപ്പോയി. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ട് വലിയ ഭാവം നടിക്കുന്നു, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. എന്നെങ്കിൽ ഇവൻ ട്രാൻസ്ജെൻഡർ എന്നങ്ങ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വലിയ ഭാവം നടിച്ചോട്ടെ, എന്തിനാണ് വെറുതെ പ്രിവിലേജുകൾ കളയണത്? അപ്പോൾ ഇത് പറഞ്ഞിട്ടൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ കാരണങ്ങളിൽ ബിഗ് ബോസ് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും പറഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നു അധികം താണ്ടാൻ സാധ്യതയില്ലാത്ത ഒരുത്തനായതുകൊണ്ട് വിട്ടുകൊടുത്തായിരിക്കും. അർജുൻ വരുന്നു, ജാൻമണിയെ നോമിനേറ്റ് ചെയ്യുന്നു. മറ്റേ സെയിം റീസൺ, ശാപവാക്കുകൾ, കാര്യങ്ങൾ തെറ്റംഗീകരിക്കുന്നില്ല. അഭിഷേകിനെ നോമിനേറ്റ് ചെയ്യുന്നു. ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അൻസിബ വരുന്നുണ്ട്, ശരണ്യെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ശരണ്യ മറ്റേ ആ ഒരു ഇഷ്യൂ ഉണ്ടായത് തൻ്റെ കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്തിരുന്നു. അഭിഷേകിനെ നോമിനേറ്റ് ചെയ്യുന്നു. അടി ഉണ്ടാക്കാൻ വേണ്ടി വന്നതുപോലെ തോന്നുന്നു. അതേപോലെ മറ്റേ കെ എന്ന് പറയുന്ന ഒരു വേർഡിനെ നിർവചിച്ച് അങ്ങനെ ഒരു പരിപാടി കാണിച്ചത് ഇഷ്ടമായില്ല. പൂജ അഭിഷേകിനെയും ജാൻമണിയെ നോമിനേറ്റ് ചെയ്യുന്നു. സെയിം റീസൺസ് തന്നെ. റസ്മിൻ ജാൻമണിയെയും ഋഷിയെയും നോമിനേറ്റ് ചെയ്യുന്നു. ജാൻമണി തെറ്റ് തിരുത്തുന്നില്ല. ഋഷി വീക്കാണ്, ഇമോഷണലി വീക്കാണ്. ആരെങ്കിലുമൊക്കെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ പൊട്ടിത്തകരും ഋഷിയെ അങ്ങനെ ആരെങ്കിലുമൊക്കെ എടുത്ത് പറഞ്ഞൊന്ന് നോമിനേറ്റ് ചെയ്ത് നന്നായി. സിബിൻ അഭിഷേകിനെ നോമിനേറ്റ് ചെയ്യുന്നു, അൻസിബയെ നോമിനേറ്റ് ചെയ്യുന്നു. അപ്പം അൻസിബയോട് പറയുന്നുണ്ട് വലിയേട്ടൻ ഇവിടെ ഉണ്ട്, ഇത് ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി നോമിനേറ്റ് ചെയ്തതാണ്, നല്ലൊരു മച്ചാൻ. അപ്പം അഭിഷേകിനെ നോമിനേറ്റ് ചെയ്യുന്നത് പുള്ളി അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമായി മാറുന്നതിൽ എനിക്ക് എതിർപ്പുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പറ്റില്ല. ഋഷി അഭിഷേകിനെയും ശ്രീധുവിനെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അഭിഷേകിന് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ പുറത്തു പോയി സ്വതന്ത്രമായിട്ട് ചെയ്യണം. ഇവിടെ അത് പറ്റില്ല, നമ്മൾ അനുവദിക്കില്ല. അതേപോലെ തന്നെ ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്യുന്നത് അത്രയധികം ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ്. ശരണ്യ നോറയും അൻസിബയും നോമിനേറ്റ് ചെയ്യുന്നു. നോറ മറ്റേ അവരുടെ ആ ഒരു ഇഷ്യൂ, ആ ഗെയിം ആയിട്ടുള്ള ഇഷ്യൂ. അൻസിബ ഈ ബിഗ് ബോസിന് ഫിറ്റായിട്ടുള്ള ഒരാളല്ല എന്നുള്ളതാണ് പറയുന്നത്.
ശ്രീതു ഋഷിയെയും അഭിഷേകിനെയും നോമിനേറ്റ് ചെയ്യുന്നു. അപ്പം സെയിം റീസണാണ്. പക്ഷേ ഋഷിയുടെ കാര്യത്തിൽ പുതുമയുണ്ടല്ലോ. ഋഷി മാനിപ്പുലേറ്റീവ് ആണ് എന്നൊക്കെ ഉള്ളതാണ് ശ്രീതുവിൻ്റെ പറച്ചിൽ. ജാൻമണി അഭിഷേകിനെയും ശ്രീരേഖയും നോമിനേറ്റ് ചെയ്യുന്നു. മറ്റേ അഭിഷേകിനെ കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞതിന് ശ്രീരേഖയെ ഓന്തിനെ പോലെ നിറം മാറുന്ന ഒരാൾ ആയതുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്തത് എന്ന് പറയുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ. നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് കരി ഇങ്ങനെ തേക്കണം. അപ്പം നമ്മുടെ അൽഫാമയിൽ കരിഞ്ഞു പോയി മൊത്തത്തിൽ. അപ്പം ജാൻമണിയുടെ മുഖത്ത് കരി തേക്കാനാണ് സായിക്ക് ഇഷ്ടം. അങ്ങനെ മുഖത്ത് കരി തേക്കാൻ പറ്റത്തില്ല. താനൊരു ഇൻഡസ്ട്രേറ്റ് ഗെയിമറാണ്, അങ്ങനെയൊന്നും മുഖത്തൊന്നും കരി തേക്കാൻ പറ്റത്തില്ല. കേരളവും തമിഴ്നാടും കണ്ണു നട്ട് കാത്തിരിക്കുകയാണ് തൻ്റെ കളി കാണാൻ വേണ്ടി എന്നൊക്കെ ഉള്ളതാണ് ജാൻമണി അവിടെ പറയുന്നത്. എന്തുവാണത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാൻമണി കലിപ്പാട്ട് നിൽപ്പുണ്ട്. സായിക്കാണെങ്കിൽ മുഖത്ത് തേച്ചേ മതിയാകൂ. അപ്പോൾ സായി അവിടെ ഒരു സ്പേസ് എടുക്കുന്നുണ്ട്. ബിഗ് ബോസ് പിന്നെ കുറേ വൈകിട്ടാണ് പറഞ്ഞത് അനുവാദമില്ലാതെ മുഖത്ത് തേക്കാൻ പാടില്ല. അപ്പോൾ സായി ചെറിയൊരു പൊട്ട് തൊട്ട് വിട്ടു. അതേപോലെ തന്നെ ശ്രീരേഖ വന്നപ്പോഴും ഒരു പൊട്ട് ചെറിയത് കയ്യിൽ തൊട്ട് കൊടുത്തു. ശ്രീരേഖ ഒരു അമ്മ സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് പോലെ കഴിഞ്ഞ ദിവസം തോന്നി എന്നൊക്കെ ഉള്ളത് സായി പറഞ്ഞിരുന്നു. ജാസ്മിൻ അഭിഷേകിനെ വിളിച്ച് ഒരു ചേച്ചി ഉപദേശിക്കുന്നത് പോലെ ഉപദേശിച്ച് പൊന്നുമോനെ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യുന്നു. സായിയെ നോമിനേറ്റ് ചെയ്യുന്നു. കിടിലൻ പോയിന്റ്. അത് എങ്ങനെ ചിന്തിച്ചെടുത്ത് ഞാനിങ്ങനെ കേട്ട് ഇങ്ങനെ തരിച്ചുപോയി. എന്താ പുള്ളിക്കാരി പറഞ്ഞത്? ജാൻമണിയെ പേടിയാണ് ഇവിടെയുള്ള ആളുകൾക്ക്. ഇപ്പോൾ ജാൻമണി ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കും, അതുകൊണ്ട് പേടിയാണ് എല്ലാ ആളുകൾക്കും. അതാണ് സായി മുന്നേ പറഞ്ഞ റീസൺ. അതുകൊണ്ട് ജാൻമണിയെ നോമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്തിനാണ് ജാൻമണിയെ നോമിനേറ്റ് ചെയ്യുന്നത്? പേടിയുള്ള ആൾക്കാരല്ലേ നോമിനേറ്റ് ചെയ്യേണ്ടത്. ജാൻമണിയോട് ഞങ്ങൾക്ക് പേടിയില്ല, ജാൻമണിയെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ള ഒരു ഡയലോഗിൽ സ്കോർ ചെയ്തു. പിന്നെ ഇതിനു മുൻപ് വേറൊരു കാര്യവും പറയുന്നുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് തളർത്തിയ ഒരാളാണ് സായി. പറഞ്ഞത് കള്ളമാണോ ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ലൈവിൽ കേട്ടതാണ്. അങ്ങനെ നോമിനേഷൻസ് മുഴുവൻ കഴിഞ്ഞപ്പോൾ 2 വോട്ടുകളോടെ ശ്രീരേഖ, 2 വോട്ടുകളോടെ ഋഷി, 2 വോട്ടുകളോടെ നോറ, 2 വോട്ടുകളോടെ ശ്രീതു, 3 വോട്ടുകളോടെ ശരണ്യ, 6 വോട്ടുകളോടെ അൻസിബ, 9 വോട്ടുകളോടെ അഭിഷേക് ആൻഡ് ജാൻമണി. പവർ ടീമിൻ്റെ ഡയറക്റ്റ് നോമിനേഷൻ ജിൻഡോ. ഈ അൻസിബ എന്നാണ് എല്ലാ ആളുകൾക്കും മനസ്സിലായത്. 2 ദിവസം കണ്ടായിട്ടുള്ള അൻസിബയെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ട്. അപ്പോൾ അത് വീക്കെൻഡ് എപ്പിസോഡ് വരേണ്ടി വന്നു. അല്ലാതെ അൻസിബയുടെ ഗെയിം കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റിയില്ല. അപ്പം ഇവിടെ അൻസിബയാണോ മിടുക്കി, ബാക്കി കണ്ടസ്റ്റൻസ് ആണോ മിടുക്കർ? അൻസിബ തന്നെ. ഏതായാലും അൻസിബയ്ക്ക് ഈ ഗെയിമൊക്കെ പേടിയാണ്, ടാസ്കുകളൊക്കെ ഭയങ്കര പേടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് കണ്ടറിയാം. നാളത്തെ ലൈവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. പിന്നെ രാത്രിയിലൊക്കെ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് അറിയാനൊരു ആകാംക്ഷയുണ്ട്. ഏതായാലും ലൈവ് വെർത്താണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? 24/7 നമ്മളിത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് ഈ പരിപാടി നിൽക്കുമ്പോഴും അരി വേവണ്ടേ? അതുകൊണ്ട് ചിലപ്പോൾ മുഴുവനും കാണാറില്ല. എന്നാലും പകലത്തെ ഫുള്ള് ഇപ്പോൾ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് കാണാനായിട്ടുള്ളൊരു സംവിധാനം സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓടിച്ചിട്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കാരണം അത്രയധികം സംഭവങ്ങൾ ഇതിനകത്ത് നടക്കാൻ സാധ്യതയുണ്ട്. ആരെയും തല്ലത്തൊന്നുമില്ല. പക്ഷേ പറയുന്ന വാക്കുകൾ, വാക്യങ്ങൾ ഒക്കെ പ്രോബ്ലമാറ്റിക് ആവാൻ സാധ്യതയുണ്ട്. ഓൺ ദ സ്പോട്ടിൽ ചോദ്യം ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഹൗസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സീസൺ 6ൻ്റെ ഇന്നത്തെ എപ്പിസോഡും ലൈവും കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.